നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെക്രട്ടറി അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാമിനേഷന്റെ ടൈം ടേബിളും അതുപോലെ തന്നെ പേപ്പർ നമ്പർ 1, 2 ഇതിന്റെ സിലബസ് PSC ഇന്നലെ പബ്ലിഷ് ചെയ്തു. ഇതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ മാർക്ക്, അതുപോലെ പ്രധാനമായിട്ടും 2 എക്സാംസിനാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് മെയിൻസിന്. ഒന്ന് സെക്രട്ടറി അസിസ്റ്റന്റ്, 2 SI. ഡിവിഷണൽ അക്കൗണ്ടന്റിന് വേറെ സിലബസ് അനുസരിച്ചിട്ടുള്ള എക്സാമിനേഷൻ ആണോ പ്രിലിംസിനെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആവാൻ സാധ്യതയില്ല. കോമൺ ആയിട്ട് ഒരു പ്രിലിമിനറി നടത്തിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ടോപ്പിക് ഉൾപ്പെടുത്തിയിട്ടുള്ള എക്സാം ആയിരിക്കും ഉണ്ടാവുന്നത്. സോ എല്ലാവരും പ്രിലിംസിന്റെ ആ ഒരു സിലബസ് നന്നായിട്ട് പഠിച്ചേ നോക്കൂ. ഇനി വന്നിരിക്കുന്ന വ്യത്യാസം ആദ്യം നമുക്ക് നോക്കാം. പേപ്പർ നമ്പർ 2 സെക്രട്ടറി അസിസ്റ്റന്റിന്റെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിലബസ് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് നോക്കിയാൽ ഒന്നാമത്തെ പാർട്ടിനകത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോഡ്യൂൾ നമ്പർ 1 പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്ക്. ഇവിടെ എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നും ഏതൊക്കെ ടൈപ്പ് ഓർഗനൈസേഷൻ ഉണ്ട്, അതായത് പബ്ലിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, നോൺ പ്രോഫിറ്റ് പ്രിൻസിപ്പിൾ ഓർഗനൈസേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ഏതൊക്കെ തിയറീസ് ആണ് അഡ്മിനിസ്ട്രേഷനകത്തുള്ളത്, അതിനകത്ത് തന്നെ ക്ലാസിക്കൽ, ബിഹേവിയറൽ ആൻഡ് കൗണ്ടിജൻസി തിയറി, മോഡേൺ അപ്രോച്ച് എങ്ങനെയാണ്. അപ്പൊ ഇതൊരു മാനേജ്മെന്റിന്റെ ഒരു ടോപ്പിക്കായിട്ടാണ് ഈ പറയുന്നതെല്ലാം വരുന്നത്. മാനേജ്മെന്റ് സ്റ്റുഡൻസ് പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഫോളോ ചെയ്ത് വേണം ഇതെല്ലാം നിങ്ങൾ കവർ ചെയ്യാൻ. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും അതുപോലെ തന്നെ. അപ്പൊ 20 മാർക്ക് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് വേണം കൂടുതലായിട്ടും പഠിക്കാൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് പോലെയുള്ള ബുക്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം അത് പഠിക്കാൻ. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹിസ്റ്ററി 7 മാർക്ക്, ജോഗ്രഫി 7 മാർക്ക്, എക്കണോമിക്സ് 7 മാർക്ക്, പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ലൈഫ് സയൻസും 7 മാർക്ക് വെച്ചാണ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ PSC ഉൾപ്പെടുത്തിയിട്ടില്ല. കമ്പ്യൂട്ടർ സയൻസും ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചറും എല്ലാം ഉണ്ടെങ്കിൽ പോലും കോൺസ്റ്റിറ്റ്യൂഷനെ ഒഴിവാക്കി. ആ കോൺസ്റ്റിറ്റ്യൂഷൻ പേപ്പർ നമ്പർ 2 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 20 മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പഠിക്കാനുണ്ട്, 12 മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ. ഇവിടെ ശ്രദ്ധിക്കുക, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് താഴോട്ട് കിടക്കുന്നതെല്ലാം തന്നെ ലക്ഷ്മികാന്തിന്റെ അതേ ഹെഡിങ്ങോട് കൂടിയിട്ടുള്ളതാണ്. സോ ഈ ടെക്സ്റ്റ് ബുക്ക് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് 12 മാർക്കും കിട്ടും. ദെൻ മോഡ്യൂൾ നമ്പർ 4 സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതും അതേ ടെക്സ്റ്റ് ബുക്ക് തന്നെ നോക്കുക. ദെൻ NCERT ടെക്സ്റ്റ് ബുക്കുകൾ 8, 9, 10, 11, 12 കൃത്യമായി പൊളിറ്റിക്കൽ സയൻസ് വായിക്കുക, സിവിക്സ് വായിക്കുക. അവിടെ എല്ലാം ഇത് കിടപ്പുണ്ട്. എന്നിട്ട് സ്റ്റാൻഡേർഡ് ബുക്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് കവർ ആവും. ദെൻ കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഇവിടെ എക്കണോമിക്സ് ഉണ്ട്. എക്കണോമിക്സിനകത്ത് പക്ഷെ നമ്മുടെ മെയിൻ സിലബസിനകത്തുള്ള എക്കണോമിക്സ് വളരെ കുഞ്ഞു ടോപ്പിക്സ്, 5 ഇയർ പ്ലാന്, ന്യൂ എക്കണോമിക് റീഫോം, പ്ലാനിംഗ് കമ്മീഷന്, GST ഉൾപ്പെടുന്നതാണ്. പിന്നെ പ്രിലിമിനറി വരുന്ന സമയത്ത് നമ്മൾ എക്കണോമിക്സ് കാര്യമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അറിയാലോ, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റൽ ഇൻകം ഒക്കെ നമ്മൾ അവിടെ കവർ ചെയ്യുന്നുണ്ട്. അതിന്റെ ബാക്കി കുറച്ചും കൂടെ എന്ത് വരുന്നുള്ളൂ, മെയിൻസിന് വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ പേപ്പർ നമ്പർ 2 വരുന്ന സമയത്ത് കേരളാസ് എക്കണോമിയാണ് ചോദിച്ചിരിക്കുന്നത്. കേരളയുടെ എക്കണോമി സ്റ്റേറ്റ് ഫോം ചെയ്ത സമയത്ത് സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, എക്കണോമിക് ഗ്രോത്ത്, പെർ ക്യാപിറ്റൽ ഇൻകം കേരളത്തിന്റെ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെയാണ് വ്യത്യാസം. ഇന്ത്യയുടെ അല്ല എക്കണോമി ചോദിക്കുന്നത്, കേരളത്തിന്റെയാണ് എക്കണോമി കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത്. പിന്നെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഏകദേശം 30 മാർക്ക്, നല്ലൊരു കവറേജ് ആണ് അവിടെ വരുന്നത്. ദെൻ എൻവയോൺമെന്റും ക്ലൈമറ്റും ഡിസാസ്റ്റർ മാനേജ്മെന്റും ചോദിച്ചിട്ടുണ്ട്. അതായത് ബേസിക് കൺസെപ്റ്റ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഫോറസ്റ്റ്, ഡെസേർട്ട്, അക്വാട്ടിക് എക്കോസിസ്റ്റം, റിവേഴ്സ് ഓഫ് കേരള, എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അപ്പൊ ഇവിടെയും കേരളത്തിനെ കുറിച്ച് പ്രാധാന്യമുണ്ട്. പിന്നെ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് പണ്ട് നടന്നത് തൊട്ട് ഇപ്പം നടക്കുന്നവരെ നാഷണൽ ഓർഗനൈസേഷനും ഇന്റർനാഷണൽ ഓർഗനൈസേഷനും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി വന്നിട്ടുള്ളത് ഏതൊക്കെയാണ്, നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഏതൊക്കെയാണ്, അവിടെയും കേരളത്തിലെയാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. ഇന്ത്യയുടെ പഠിക്കുകയും വേണം, പക്ഷെ കേരളത്തിനെയാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് പിന്നെ 10 മാർക്കിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സൈക്കിള്, അതുപോലെ മിറ്റിഗേഷൻ ഗോൾസ്, എങ്ങനെ നമ്മളൊരു ഡിസാസ്റ്റർ വരുമ്പം നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ആവേണ്ടത്, അതുപോലെ എങ്ങനെ റെസ്പോൺസ് കൊടുക്കണം ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത്, അങ്ങനെയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 10 മാർക്കിന് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അവസാനം ഈ ഗവേണൻസ് 10 മാർക്ക്. അപ്പം കുറച്ച് ടോപ്പിക്സേ ഉള്ളെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നല്ലൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേപ്പർ നമ്പർ 2. ഓക്കെ, പേപ്പർ നമ്പർ 1 നമ്മൾ എപ്പോഴും പഠിക്കുന്നത് പോലെ തന്നെയാണ്. വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. മാർക്കിംഗ് സ്കീമിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്.
അതുപോലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇവിടെ അവർ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി എസ്ഐയുടെ സിലബസ് ഓൾറെഡി നിങ്ങൾ മെയിൻസ് കണ്ടിട്ടുള്ളത് കൊണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. 45 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. വേറെ ഒരു സിലബസ് PSC തന്നിട്ടില്ലാത്തത് കൊണ്ട് ഇതേ സിലബസ് തന്നെ ആവാനാണ് സാധ്യത. അപ്പൊ ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എല്ലാത്തിനും ഉപരിയായിട്ട് മെയിൽ തൊട്ട് നടക്കാൻ പോകുന്ന പ്രിലിമിനറി എക്സാമിനേഷൻ പാസ്സാവുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം NCERT ചാപ്റ്റേഴ്സ് സിലബസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന, ഇപ്പൊ കേരള ഹിസ്റ്ററി എടുക്കുമ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന SCERT NCERT സ്പെഷ്യൽ ബുക്സ് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അതൊക്കെ അതിന്റെ ലിസ്റ്റ് എടുക്കുക. ആ ലിസ്റ്റ് എടുത്തിട്ട് അതേ ടോപ്പിക്സ് അതിനകത്ത് നോക്കി പഠിക്കുക. മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്. അങ്ങനെ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട NCERT SCERT സ്പെഷ്യൽ ബുക്സ് ആദ്യം നിങ്ങൾ കവർ ചെയ്തതിന് ശേഷം പുറത്തു നിന്നുള്ള ഡേറ്റാസ് നോക്കുന്നതായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഒരു ലിസ്റ്റിലേക്ക് വരാനായിട്ട് സഹായകമാകുന്നത്. ഇവിടെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കൃത്യമായി പഠിച്ചു പോവുകയും വേണം. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾ പ്രിലിംസിനകത്ത് ഫോക്കസ് ചെയ്യുക. ദെൻ നിങ്ങൾ പ്രിലിംസ് ഒരുവിധം കവർ ആയവര് ഒരു ഫെബ്രുവരി മാർച്ച് തൊട്ട് തന്നെ രണ്ടാമത്തെ പേപ്പർ, നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ പേപ്പർ പതുക്കെ പഠിച്ചു തുടങ്ങാം. നമ്മളത് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ പേപ്പറിന്റെ ക്ലാസ് നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് പറയാം. ഇപ്പൊ നിങ്ങൾ തൽക്കാലം പ്രിലിംസിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം അതിനകത്ത് കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.